പറയട്ടെ, കഴിഞ്ഞ വർഷവും കുട്ടികളുടെ സിനിമയ്ക്ക് അവാർഡുണ്ടായിരുന്നു. ഈ വർഷം അത് വന്നില്ല എന്നത് നമുക്ക് എന്തെങ്കിലും ഒരു കുറവായിട്ടാണെന്ന് അവർ ചൂണ്ടിക്കാണിച്ചത്. അത് നമ്മുടെ പൊതുവായി നമ്മൾ സ്വീകരിക്കേണ്ട ഒരു പ്രശ്നമാണല്ലോ, പരിഹരിക്കേണ്ട ഒരു പ്രശ്നമാണല്ലോ. അത് നമ്മളെല്ലാവരും കൂടി ചേർന്ന് നമുക്ക് പരിഹരിക്കും. അതിന് സിനിമ ഇൻഡസ്ട്രിയിൽ ഈ പടം എടുക്കുന്നവരെ വിളിക്കും, നല്ല സിനിമ എടുക്കണം, ഗവൺമെൻറ് സപ്പോർട്ട് വല്ലതും വേണമെന്ന് ചോദിക്കും, ഉണ്ടെങ്കിൽ അത് കൊടുക്കുന്നതിനെ പറ്റി ആലോചിക്കും. എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം, അടുത്ത അവാർഡ് വരുമ്പോൾ കുട്ടികൾക്ക് അവാർഡ് ഉണ്ടായിരിക്കും. ഈ കുട്ടികളുടെ സിനിമകൾ എടുക്കുന്നവർ വേടം വേറെ കുട്ടി വേറെ, രണ്ടും രണ്ടല്ലേ. ഈ കുട്ടികളുടെ സിനിമകൾ എടുക്കുന്നവർ പലപ്പോഴും കുറെ കഷ്ടപ്പെട്ടിട്ടൊക്കെയാണ്, ഒരു നല്ല നിർമ്മാതാവിനെ ഒന്നും കിട്ടാതെയാണ് അവർ വളരെ പരിമിതമായ. എന്താ നമ്മുടെ സിനിമ ഇൻഡസ്ട്രിയുടെ ഫോക്കസ് എന്താ? ഒരു പടം ഇറങ്ങി കഴിഞ്ഞാൽ എങ്ങനെയാണ് ആളുകൾ കണ്ടിട്ട് ലാഭത്തിൽ പോകണം. 100 കണക്കിന് പടമാണ് കേരളത്തിൽ ഇപ്പോൾ ഇറങ്ങുന്നത്, ചെറിയ കാര്യമല്ല. ഭൂരിപക്ഷം പടവും പരാജയപ്പെടുകയാണ്. അവിടെ കുട്ടിയോ പിന്നെ മുതിർന്നവരെയോ അല്ലെ ചെറുപ്പക്കാരെയോ നോക്കി സിനിമ എടുക്കാൻ ഭൂരിപക്ഷം തയ്യാറില്ല. അവിടെ ക്ലിക്ക് ചെയ്യുന്ന സിനിമകൾക്കാണ് താല്പര്യം. ഇപ്പം മമ്മൂക്കയ്ക്ക് അവാർഡ് കിട്ടിയ കേരളം മൊത്തം ആളുകൾ കണ്ടുകൊണ്ടൊന്നുമില്ല. അവൻ്റെ ഒന്നാന്തര സിനിമയാണ്, പക്ഷേ എത്ര പേര് കണ്ടു? ഇപ്പം ഈ പ്രശ്നം നമ്മൾ കാണുന്നത് ഗൗരവമായിട്ട്. നമുക്ക് സിനിമ ഇൻഡസ്ട്രിയിൽ ആളുകൾക്ക് താല്പര്യമുള്ള സിനിമ വരികയും വേണം, എന്നാൽ മൂല്യമുള്ള സിനിമകൾ ഇതെല്ലാം കൂടി ചേരുന്നതാണല്ലോ സിനിമ. അപ്പോൾ അവരെ നമ്മൾ തയ്യാറാക്കണം. അവർ പറയുമ്പോൾ അവർക്ക് അവരുടേതായ പ്രശ്നങ്ങൾ ഒരുപാട് അവർ പറയുന്നുണ്ട്. നമ്മുടെ കോൺക്ലേവിൽ അവർ പറഞ്ഞല്ലോ, ഇങ്ങനെയുള്ള സിനിമ എടുത്താൽ ചില പരാജയപ്പെട്ടു പോയാൽ ഞങ്ങൾ എന്ത് ചെയ്യും, അപ്പം നമ്മുടെ സപ്പോർട്ടെല്ലാം വേണോ, ഇതെല്ലാം നമ്മൾ ചർച്ച ചെയ്യണം. എന്തായാലും മൂല്യമുള്ള സിനിമ എടുക്കാൻ കഴിയുന്നവരാണ് കേരളത്തിലെ സംവിധായകർ, കേരളത്തിലെ ഇൻഡസ്ട്രിയിലുള്ളത്. ആ മൂല്യമുള്ള സിനിമ എടുപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ അവരെ പ്രോത്സാഹിപ്പിക്കുക, അല്ലെ അവരോട് പറയുക, അവർക്ക് വേണ്ട സപ്പോർട്ട് ചെയ്യുക. അത് അടുത്ത വർഷം ഉണ്ടാവും. അല്ല, അതെല്ലാം ആലോചിക്കണമല്ലോ. മിനിസ്റ്റർ ഒരു കാര്യം, ഈ പ്രസംഗത്തിൽ മിനിസ്റ്റർ പറഞ്ഞു വേടനെ പോലും ഞങ്ങൾ സ്വീകരിച്ചു. ആ വാക്ക് പോലും എന്ന ഉദ്ദേശം എന്താണ്? വേടനെ സ്വീകരിക്കപ്പെടേണ്ട സ്വീകരിച്ചെന്ന് പറഞ്ഞാൽ വേടനെ പോലെ ഒരാളിനെ സ്വീകരിക്കേണ്ട കാരണം എന്താ? അത് നിങ്ങളുടെ വിവാദമാക്കുക. മലയാളത്തിലെ ഈ എഴുത്തുണ്ടല്ലോ, മറ്റേ ഗാനരചനാ രംഗത്ത് വേടം പറഞ്ഞ വാക്കാണ് ഞാൻ പറഞ്ഞത്. അതായത് ഒരുപാട് പ്രഗത്ഭരായ ആളുകൾ നിലനിൽക്കുന്നത് വേടനെ തന്നെ പറഞ്ഞത്, ഞാൻ പറഞ്ഞതല്ല. നിങ്ങൾ ഉടനെ അതിനെ വേറെ ട്വിസ്റ്റ് ചെയ്തത്. അങ്ങനെയുള്ള ആളുകൾ 100 കണക്കിനുള്ളപ്പോൾ നല്ല ഒരു കവിത എഴുതിയ വേടനെ ഞങ്ങൾ സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ ഞങ്ങളെല്ലാം ജൂതി സ്വീകരിച്ചു. അത് സ്വീകരിക്കാനുള്ള മനസ്സ് ഗവൺമെൻറ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അല്ല ഉടനെ നിങ്ങൾ ട്വിസ്റ്റ് ചെയ്യാതെ എന്ത് ട്വിസ്റ്റ് ചെയ്ത് ഞാൻ അങ്ങനെ വേടനെ പോലും പറഞ്ഞാൽ ഇപ്പോൾ ശ്രീകുമാരൻ തമ്പി സാറിനെ പോലെ ഒരുപാട് വലിയ എഴുത്തുകാരുടെ നാട്ടിൽ വേടനെ പോലെ പാട്ട് പാടുന്ന അയാളൊരു എഴുത്തുകാരനല്ല, അങ്ങനെ ഗാനരചയിതാവല്ല. ആ സെൻസിക്കാണ്. ഒരു ഗാനരചയിതാവ് അല്ലാത്ത ഒരാൾ ഒരു ഗാനം എഴുതിയപ്പോൾ അത് കേരളം സ്വീകരിച്ചു എന്നാണ് പറഞ്ഞത്. അതിൻ്റെ നല്ല വശം എടുക്കുക, അതിനെ ഉടനെ നിങ്ങൾ വേറെ രൂപത്തിൽ കാണുന്നു. എല്ലാം നെഗറ്റീവായിട്ട് ചിന്തിക്കരുത്, പോസിറ്റീവായിട്ട് ചിന്തിക്കുക. എന്റെ പോലും എടുത്തോണ്ട് നിങ്ങൾ ചർച്ച ചെയ്യാതെ. അല്ല, കുട്ടികളുടെ സിനിമയുമായി ബന്ധപ്പെട്ട് സ്കൂളുകളിലെ ബാക്ക് ബെഞ്ച് സിസ്റ്റം ഉൾപ്പെടെ പ്രമേയമാക്കി കൊണ്ടുവന്നതാണ് സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്ന ചിത്രം. അത് എൻട്രിയിൽ ഉണ്ടായിരുന്നു, അത് പരിഗണിക്കപ്പെടുകയും ചെയ്തതാണ്. നിങ്ങളുടെ മാധ്യമ സുഹൃത്തുക്കൾ മുഴുവൻ ഇന്നലെ ജൂറി ചെയർമാൻ പ്രകാശ് രാജ് ഉൾപ്പെടെയുള്ള ജൂറി അംഗങ്ങളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അദ്ദേഹത്തോട് അവരോടും ചോദിക്കാൻ ഇഷ്ടം പോലെ സമയം കൊടുത്തു. അവിടെ ചോദിച്ച് ക്ലാരിഫിക്കേഷൻ വരുത്തുന്നതാണ്. ഒരു സിനിമയും ഞാൻ ഇതിനകത്ത് ജൂറിയുടെ ഭാഗമായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ അതിനകത്ത് അവാർഡ് വിധികർത്താവല്ല. അവർ വിധി പ്രഖ്യാപിച്ചു, അത് സത്യസന്ധമായി നാട്ടുകാരോട് പറഞ്ഞു. അതാണ് പറയുന്നത്. ഉറപ്പായിട്ടും ഞാൻ പറഞ്ഞില്ല, ഞാൻ തിരുവനന്തപുരത്ത് ചെന്ന് കഴിഞ്ഞാൽ ഈ ഇൻഡസ്ട്രിയിലെ പ്രധാനപ്പെട്ടവരെ വിളിച്ചിട്ട് ഈ കുട്ടികളുടെ ഇഷ്യൂ ചൂണ്ടിക്കാണിച്ചത് ഗൗരവമായി തന്നെ എടുത്തിട്ട് എങ്ങനെ പരിഹരിക്കാൻ കഴിയുമെന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യും. കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും വ്യത്യസ്തമായ രാഷ്ട്രീയ താല്പര്യമുണ്ടാവും. സംസ്ഥാന താല്പര്യമാണ് നമ്മൾ സംരക്ഷിക്കേണ്ടി പറയുന്നത്. അപ്പോൾ കേന്ദ്രം ഈ രാഷ്ട്രീയം വിളിച്ചു കടത്തുകയാണെങ്കിൽ നമ്മൾ സൂക്ഷിക്കേണ്ടേ? രാഷ്ട്രീയമൊന്നുമില്ല ഇവിടെ. പിന്നെ മാർക്കറ്റ് ഉണ്ടാക്കുന്ന എന്ത് രാഷ്ട്രീയം? അല്ല, പൊതുവായി പറഞ്ഞ കേന്ദ്രം തരുന്ന പൈസ കേന്ദ്രത്തിൽ നിന്ന് ഇവിടുന്ന് കൊണ്ടുവന്ന പൈസ ആണെന്ന്. നിങ്ങൾ ഇന്ന് കേന്ദ്രം എന്ന് പറഞ്ഞാൽ അവിടെ തേങ്ങയിട്ട പൈസ ഒന്നുമില്ല. ഈ സംസ്ഥാനത്തു നിന്ന് ടാക്സായി കൊണ്ടുവന്ന പൈസയിൽ ഒരു വീതം കൊണ്ട് തരിക, അത് വാങ്ങിച്ചെടുക്കുക എന്നുള്ള ഉത്തരവാദിത്തം സ്റ്റേറ്റിനുള്ളത്. ആ ജോലിയാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കേന്ദ്രത്തോട് രാവിലെ ഉച്ചയ്ക്കും വൈകിട്ട് വഴക്കുണ്ടാക്കാൻ പറ്റുമോ? അവർ തരേണ്ട പൈസ തരുന്നുണ്ടോ അത് ഞങ്ങൾ നോക്കും. ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര ഗവൺമെൻറ് മുമ്പിൽ സബ്മിറ്റ് ചെയ്തിട്ടുള്ള പദ്ധതികൾക്ക് അംഗീകാരം തരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ 50% തുക മാർക്കറ്റ് അവർ 50% സ്റ്റേറ്റ് ഇട്ടു. അത് കേന്ദ്രമായിട്ട് ദിവസം വഴക്കുണ്ടാക്കേണ്ട കാര്യമില്ല. നയപരമായ പ്രശ്നങ്ങളിലല്ല വിഷയം, രാഷ്ട്രീയ പ്രശ്നങ്ങളാണ് വിഷയം. രാഷ്ട്രീയമായി കേന്ദ്രത്തിലെ BJP ഗവൺമെൻറ് ഒരു നിലപാടും ഞങ്ങൾ യോജിക്കുന്നില്ല. ആ രാഷ്ട്രീയത്തിനെതിരായിട്ട് ഞങ്ങൾ നിലപാട് സ്വീകരിക്കും. ഒപ്പം കേരളത്തിൻ്റെ വികസനത്തിൽ അവരോടൊപ്പം സഹകരിച്ചു പോകണമെന്നുള്ള നിലപാട് തന്നെയാണ് ഞങ്ങൾക്കുള്ളത്. എന്താ വ്യത്യാസം?